ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ വന്നിട്ട് നമ്മുടെ അടുക്കള മുറ്റം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, പാഷ്യോ. അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ്സും പിന്നെ മീഷോൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് അൺബോക്സിങ്ങും ആണ് കേട്ടോ. 1-2 പ്രോഡക്റ്റ് കൂടെ വരാനുണ്ട്, പക്ഷെ അത് ഇനിയും ദിവസമാവും. അപ്പോൾ പിന്നെ ഉള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാട്ടോ. എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ പറഞ്ഞത് മറക്കണ്ട, മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം അല്ലേ. ഇതാ 3 പ്രോഡക്റ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനിയും പ്രോഡക്റ്റ് വരാനുണ്ട്. ഇനിയിപ്പോൾ കുറേ ദിവസം, അത് കുറേ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് വരാനുള്ളത്. അപ്പം എന്നാൽ പിന്നെ ഉള്ളത് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി പൊട്ടിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഓരോന്നിലും എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല, ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ഇത് ജിയക്കുള്ളൊരു ജിയ എപ്പോഴും കോൾഡ് കോഫി കുടിക്കൂട്ടോ. ഒക്കെ ഇതൊരു പരിപാടിയാണ്. അപ്പോൾ അവൾക്ക് കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണിട്ടത്. ഒരു സെറാമിക്കിൻ്റെ ഒരു മഗ് കേട്ടോ. അത്യാവശ്യം സൈസൊക്കെ ഉള്ള മഗ്ഗാണ്. പാക്കിംഗ് കണ്ടല്ലോ. അപ്പോൾ ആദ്യമൊക്കെ പാക്കിംഗ് വളരെ മോശമായിരുന്നു മീഷോൻ്റെ. ഇപ്പം നല്ല പാക്കിങ്ങാണ്. അഴുക്കൊക്കെ ഉണ്ട്, കഴുകി നന്നാക്കണം. പ്രോമിസ് മീ എഴുതിയിട്ടുണ്ട്, ഇവിടെ ലവ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ദാ സ്ട്രോ ഇടാനുള്ള ഹോളുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സ്ട്രോയും ഉണ്ട് കേട്ടോ. ഒക്കെ അതെല്ലാം നല്ല ഇഷ്ടപ്പെടും. എപ്പോഴും കോൾഡ് കോഫി കുടിക്കോള്. അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ലതൊന്ന് വാങ്ങിക്കൊടുക്കാമെന്ന്. അങ്ങനെ വാങ്ങിച്ചതാട്ടോ. നല്ലതാണ് അല്ലേ. അത്യാവശ്യം ഒരു സൈസ് ഉണ്ട്. ഒരു 300 ആയിരിക്കും തോന്നുന്നുണ്ട്. 300-400 ml ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ഈ ഒരു റൗണ്ടിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വാഷറോ എന്തെങ്കിലും ആണോന്ന്. അല്ല കേട്ടോ, വെറുതെ ഒരു പ്രിൻ്റ് കൊടുത്തതാണ് അവർ. ഇത്രയല്ല, സിമ്പിളായിട്ട് വാങ്ങിയത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ് കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പല സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. നോക്കട്ടെ. കുറച്ചൊരു വലിയ പാക്കറ്റാണ്. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. എന്താ നോക്കട്ടെ. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് വന്നതെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഇതൊക്കെ നാളത്തെ ഡേറ്റ് കാണിച്ചിരുന്നു കേട്ടോ, പക്ഷെ എന്തോ ഒന്ന് വന്നു. അത് സെറാമിക്കിൻ്റെ 2 സെർവിങ് പാനെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് സെർവിങ് ഡിഷാണ് കേട്ടോ. ബേക്ക് ചെയ്യാം ഒക്കെ ചെയ്യാം. ഇതാ ഇങ്ങനെ 2 ഒരേ ഡിസൈൻ തന്നെയാണ് കേട്ടോ. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. നല്ലതാട്ടോ, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഇക്സോറയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ സ്ട്രോബെറീൻ്റെ ഒക്കെ പ്രിൻ്റ് ഉള്ളത്. പക്ഷെ അതിലും നല്ല ചീപ്പ് റേറ്റിൽ മീഷോയിൽ കണ്ടപ്പോൾ വാങ്ങി നോക്കിയതാണ്. പല ഡിസൈനും ഉണ്ട് കേട്ടോ. നല്ല പാകമുള്ള സൈസാണ്. നമുക്ക് ടേബിൾ സ്നാക്സോ ഒക്കെ വെച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പ്രോഡക്റ്റാണ്. റേറ്റ് ഞാനിപ്പോൾ ഓർക്കണില്ല കേട്ടോ. ഞാനിപ്പോൾ റേറ്റ് നോക്കിയിട്ട് വന്നു കേട്ടോ. ഈ 2 പീസിന് 1031 രൂപയാണ് കേട്ടോ കൊടുത്തത്. അഫോർഡബിൾ ആണെന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ ഇക്സോറിൻ്റെ നെസ്റ്റേഷൻ്റെ ഒക്കെ പ്രോഡക്റ്റ് വാങ്ങുന്നതല്ലേ സെറാമിക്കിൻ്റെ. അത്ര ഭയങ്കര ഹെവി അല്ല, എന്നാലും നല്ല ക്യൂട്ടാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ റേറ്റ് 218 രൂപയാണ് കേട്ടോ, ഈ ഒരു മഗ്ഗിൻ്റെ റേറ്റ്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ഒരു
നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1348 രൂപയായിരുന്നു റേറ്റ് വന്നിരുന്നത്. അതാണെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കാട്ടോ. അതുതന്നെയാണ് ഞാൻ സ്റ്റോർ റൂമിൽ എല്ലാ ഐറ്റം പയറുവർഗ്ഗങ്ങളും ഒരുമിച്ചിട്ട് വെക്കാൻ എഴുതിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതേ ഒരു സിസ്റ്റം വരുന്ന ഒരു റൈസ് കണ്ടെയ്നറാണ് ഞാൻ റൈസ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഓൾമോസ്റ്റ് 1.5 വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ലതാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പയറ് പരിപ്പ് ഇതൊക്കെ ഒരേ ഇതിൽ തന്നെ പോവുകയാണെങ്കിൽ അത്രയും സ്പേസ് നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. കണ്ടിട്ട് നല്ല പ്രൊഡക്റ്റാണ്. യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. ഇതിന് 1348 രൂപയാണ് കേട്ടോ റേറ്റ് കൊടുത്തത്. പിന്നെ കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. നല്ല അടിപൊളിയാട്ടോ. നമ്മളിതാ ഈ ഒരു ഇപ്പം എങ്ങനെ ഇതിൻ്റെ സിസ്റ്റം പാത്രം ഇവിടെ ഇവിടെ ഉണ്ടല്ലേ. ഇതാ ഇവിടെ ഇത് ഏതാണോ വേണ്ടത് ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതങ്ങനെ ചാടി വരും കേട്ടോ. എനിക്ക് നല്ല യൂസ്ഫുൾ ആവും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു പാകമുള്ള വലിപ്പമാണ് ഒക്കെ. അപ്പം ഇങ്ങനെ വേറെ വേറെ കണ്ടെയ്നേഴ്സിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സൂപ്പർ ക്വാളിറ്റിയെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ക്വാളിറ്റി ഉണ്ട് സംഭവം. അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഒരു കിച്ചണിക്ക് മസ്റ്റ് ബൈ പ്രോഡക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഒരുപാട് ടിന്നുകൾ ഇടുന്നതിനേക്കാളും ഇങ്ങനെ ഒരുമിച്ചിട്ട് വെക്കാമല്ലോ. എത്ര കണ്ടെയ്നറാണ്? 1 2 കമ്പാർട്ട്മെൻറ്റ്സ്. 1 2 3 4 5 6 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടമായിട്ടോ എനിക്ക്. ഇതിങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് കഴുകാനിപ്പോൾ ഇത് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അഴിച്ചാൽ എടുക്കാം കേട്ടോ. ഇത് കോയിൻ എന്തെങ്കിലും ഇട്ട് അഴിക്കാൻ തോന്നുന്നുണ്ട്. ഇത് ഈ സംഭവം ഇവിടെ നടുക്കൊരു സ്ക്രൂ പോലെ ഉണ്ടല്ലോ, അത് കോയിൻ എന്തെങ്കിലും ഇട്ട് അഴിച്ചിട്ട് എടുത്ത് കഴുകാൻ തോന്നുന്നുണ്ട്. പിന്നെ കഴുകേണ്ട ആവശ്യം വരുമല്ലോ, തുടച്ചു കൊടുത്താൽ മതി ടിഷ്യൂ കൊണ്ട്. നമ്മൾ വെറ്റായിട്ടുള്ള സംഭവങ്ങളല്ലല്ലോ ഇടുന്നത്. ഇതിൻ്റെ നേരെയുള്ള ഇതാണ് ഓപ്പൺ ആവുന്നത്, അല്ലാത്തത് ഓപ്പൺ ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ടൈറ്റ് ഉണ്ട്. സൂപ്പറാണേ, എനിക്കിഷ്ടമായി കേട്ടോ. അടിപൊളി പ്രോഡക്റ്റാണ്. ഞാനിത് ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇതൊക്കെ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു തേർഡ് പ്രോഡക്റ്റ് കേട്ടോ. അടിപൊളിയാണ്. ഇന്ന് വന്നിട്ടുള്ള 3 പ്രോഡക്റ്റും എനിക്കിഷ്ടമായി കേട്ടോ. ഇനി വരാനുള്ള പ്രോഡക്റ്റ് വന്നതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് അൺബോക്സ് ചെയ്ത 3 പ്രോഡക്റ്റ്. അപ്പോൾ ഇത് ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ച് വൈപ്പ് ചെയ്ത് വൃത്തിയാക്കി ഇതിൽ സംഭവമൊക്കെ ഇട്ടു കേട്ടോ. നല്ല അടിപൊളിയിട്ടാണ് കാണാൻ, നല്ലതാട്ടോ, നല്ല പ്രോഡക്റ്റാണ്. ഇതപ്പോൾ ഞാൻ വൃത്തിയാക്കിയിട്ട് ഇതിൽ ഇട്ടു കേട്ടോ. സംഭവമൊക്കെ ഇട്ടു. ഒന്നിൽ 6 ഐറ്റം ഇട്ട് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കണ്ടെയ്നറിനെ നേരെ കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ആവശ്യത്തിന് ചാടിക്കിട്ടും. അടിപൊളിയല്ലേ? പെട്ടെന്ന് നല്ല സുഖമുണ്ട് കേട്ടോ. അതിക്ക് ഇട്ടുകൊടുക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. ഈ ഒരു സെൻറ്റർ ഭാഗത്തുള്ള കുഴി ഉണ്ടല്ലോ, ഞാൻ അഴിച്ചെടുക്കാമെന്ന് പറഞ്ഞേ, ആ ഒരു സംഭവത്തിൽ നമ്മൾ ഇങ്ങനെ അരി ഇതൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുമല്ലോ. നമ്മൾ ഗ്രാമ്പൂ ഇട്ട് വെക്കാറുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുമല്ലോ. അത് ഇട്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിലിട്ട് വെച്ചാൽ മറ്റേ പ്രാണിയൊന്നും വരില്ല. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ്
ഇത് എന്തായാലും അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. നല്ല നല്ല ഹാപ്പിയാണ് കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ. സ്റ്റോർ റൂമിലൊരു താരമായിരിക്കും കേട്ടോ. അതാ അടിപൊളിയായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ എടുക്കാം. ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അതാ ഒരുപാട് ടിന്നുകൾ വെക്കണ്ട, 6 ടിന്ന് വെക്കുന്ന സ്ഥാനത്ത് ഒറ്റ കണ്ടെയ്നർ മതിയല്ലോ. അടിപൊളിയാണ്. എന്തൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. പെട്ടെന്ന് ഇങ്ങനെ കാണുന്നിടത്തായതുകൊണ്ട് എപ്പോഴും എടുത്ത് യൂസ് ചെയ്തോളൂ. അങ്ങനെ മേലെ പുതിയത് വരുമ്പോൾ മേലെ ഇട്ടാലും താഴെ പഴയത് സ്റ്റോക്ക് ഉള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പിന്നെ നമ്മൾ ടിന്നിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ കൊടുന്ന് ലോഡ് ചെയ്യുമ്പോൾ അടുക്കള മുറ്റത്തിന്റെ അത് മേലെ ഇട്ട് കൊടുക്കണം, കൊണ്ടുവന്ന് താഴെ ഇട്ട് കൊടുക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പുതിയത് നിന്നത് മേലെയാണ് വരിക. അപ്പോൾ താഴെ അങ്ങനെ ഒരുപാട് റൂഫ് ചെയ്യുന്നുണ്ട് ഇനി. അപ്പോൾ അതുവരെ ഇനിയിപ്പോൾ നമുക്ക് ഇൻഡോർ മുറ്റം കിട്ടും. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാന്നുള്ളതാണ് ഉദ്ദേശം. ഷീറ്റ് മുഴുവനായിട്ട് ഊരിട്ടോ. പഴയ ഷീറ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ ഷീറ്റ് നമ്മൾ റീയൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇവിടെ ഷീറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരുപോലെ ആയിരുന്നു കേട്ടോ, വെള്ളം എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഏത് ഷീറ്റായാലും കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് റീയൂസ് ചെയ്തത്. പിന്നെ ഇങ്ങനെ ഒരു ഉപയോഗം വരുന്ന കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇതാ ഈ ഒരു ഇൻ്റർലോക്ക് കേട്ടോ, അതും പഴയതാണ്. നമ്മുടെ തറവാട് പൊളിച്ചെടുത്തപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ഇൻ്റർലോക്ക് റീയൂസ് ചെയ്തിരുന്നു. അതും അതിൻ്റെ മേലെ കേട്ടോ ഞാൻ മാറ്റ് ഇട്ടിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് വേറെ ഇൻ്റർലോക്കാണ്. അപ്പോൾ ദാ ഈ ഒരു വോൾ എടുത്തിട്ട് ഇനി അങ്ങോട്ട് വെക്കും. ആ ഒരു മതിലിൻ്റെ ഒരു മടക്ക് വരുന്നുണ്ടല്ലോ, അങ്ങോട്ട് വെക്കും. അപ്പോൾ അതുവരെ നമുക്ക് മുറ്റം എക്സ്റ്റെൻഡ് ചെയ്ത് ഇട്ടു കേട്ടോ. മെയിനായിട്ടുള്ള ഉദ്ദേശം ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് വെക്കുക എന്നുള്ളതാണ്. ആ പ്ലാന്റ്സിൻ്റെ നടുക്ക് സേഫായിട്ട് എനിക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ്, അതാണ് നമ്മളെ മെയിനായിട്ടുള്ള ഉദ്ദേശം കേട്ടോ. അപ്പോൾ പ്ലാന്റ്സൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചാണ്. പാഷ്യോയിൽ അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റ്സൊക്കെ പുറത്തെടുത്ത് വെച്ചാണ്. ഇനി എന്നാൽ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമെന്ന് അറിയില്ല. കറണ്ട് ഇങ്ങനെ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ ഷീറ്റ് എടുത്തതിൻ്റെ ശേഷം നല്ല മഴ പെയ്തു. പക്ഷെ നനഞ്ഞാൽ പ്രശ്നമുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പം പറ്റിയില്ല. എവിടെ പിന്നെതാ നമ്മുടെ പാഷ്യോ അടുക്കള മുറ്റം ഈ വിധത്തിലായിട്ടോ. ഇങ്ങനെ ഷീറ്റ് ഇതാ മുകളിൽ ഇങ്ങനെ ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റായിട്ട് കൊടുത്തു കേട്ടോ. ഇവിടെയും അതേപോലെ ആ ഭാഗത്തേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചം കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് മെയിനായിട്ടുള്ള ഉദ്ദേശം ചെടി ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. ഒരു ഇൻഡോർ ഗാർഡൻ ആണല്ലോ എനിക്ക്. അപ്പോൾ അത്യാവശ്യത്തിന് വെളിച്ചം കിട്ടണമല്ലോ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പഴയ രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ചെടികളൊന്നും സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല, പണി തീർന്നിട്ടില്ല. കറണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. കാറ്റും മഴയും വരുമ്പോൾ കറണ്ട് അങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. കറണ്ട് നല്ല വെളിച്ചാട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, അങ്ങോട്ട് അടുക്കളയ്ക്കൊക്കെ കിച്ചണിക്ക് നല്ല ലൈറ്റാണ്. ഇപ്പോൾ ഇങ്ങനെ നല്ല ഇവിടുന്ന് നല്ല ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെയാണല്ലോ ഒരു ഗ്ലാസിൻ്റെത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണിപ്പോൾ പാഷ്യോൻ്റെ അവസ്ഥ, അടുക്കള മുറ്റത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അതാണ്. ഇൻഷാ അല്ലാഹ് ഒരാഴ്ച കൊണ്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിക്കണം, കറണ്ട് സഹകരിച്ചാൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. വീണ്ടും ഒരു വ്ളോഗ് ഇട്ടിരുന്നവരെ അസ്സലാമു അലൈക്കും, ബൈ.